കഴിഞ്ഞ 12 വർഷത്തോളമായിട്ട് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നടത്തുന്ന കരിയർ ഹബ് എഡ്യൂക്കേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് സാറുമായിട്ട് സംസാരിക്കാം. സർ, ആദ്യമായിട്ട് എന്താണ് മോണ്ടിസോറി TTC? ഇറ്റലിയിലെ ആദ്യത്തെ ഫീമെയിൽ ഡോക്ടറായിരുന്ന മരിയ മോണ്ടിസോറി ചില ചിന്തകരുടെ ബുക്കുകളിൽ ആകൃഷ്ടയായിട്ട് അവർ 1906 ഡെവലപ്പ് ചെയ്ത ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് പിന്നീട് അവരുടെ പേരിൽ മോണ്ടിസോറി മെത്തേഡ് എന്ന പേരിൽ വന്നിട്ടുള്ളത്. പ്രധാനമായും നമുക്ക് ചെറിയ കുട്ടികളെ അറിയാം. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് സെൻസോറിയൽ എക്സ്പ്ലോറേഴ്സ് ആണ്. അവരവരെ സെൻസ് ഓർഗൻസ് വെച്ചിട്ടാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ആ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മരിയ മോണ്ടിസോറി ചില പഠനോപകരണങ്ങൾ, അതിന് ഡിഡാക്റ്റീവ് അപ്പാരറ്റസ് എന്ന് പറയും, അത്തരം അപ്പാരറ്റസിൽ ഡിസൈൻ ചെയ്യുകയും ആ ഒരു അപ്പാരറ്റസ് ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്ന ആക്ടിവിറ്റികളിലൂടെ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് അവർ കൊണ്ടുവന്നു. ആ മെത്തേഡാണ് മോണ്ടിസോറി മെത്തേഡ്. അപ്പോൾ മോണ്ടിസോറി TTC എന്നതായിരുന്നല്ലോ താങ്കളുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ മോണ്ടിസോറി സ്കൂളിൽ അല്ലെങ്കിൽ മോണ്ടിസോറി ക്ലാസ് റൂമിൽ മരിയ മോണ്ടിസോറി അതിനെ വിളിച്ചിരുന്നത് ഹൗസ് ഓഫ് ചിൽഡ്രൻ എന്നാണ്. കസാഡെ ബാംബിനി എന്ന് പറയും, ഹൗസ് ഓഫ് ചിൽഡ്രൻ. ആ ഹൗസ് ഓഫ് ചിൽഡ്രനിൽ കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മെത്തേഡ് എന്താണ്, ഈ ആക്ടിവിറ്റീസ് ഉപയോഗിച്ച് കുട്ടികളെ എങ്ങനെയാണ് ഓരോ ടോപ്പിക്കും പഠിപ്പിക്കേണ്ടത്, ആ പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന കോഴ്സാണ് മോണ്ടിസോറി TTC. ഓക്കെ സാർ, അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മോണ്ടിസോറി TTCക്കുള്ള പ്രസക്തി എന്താണ്? മരിയ മോണ്ടിസോറി 1906 ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നതെങ്കിൽ പോലും ഇന്ന് വേൾഡിലുടനീളം ഒരുപാട് സ്കൂളുകൾസ് ഫോളോ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്. അപ്പൊ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്ന സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആ ഒരു ഹൗസ് ഓഫ് ചിൽഡ്രൻ, ആ മോണ്ടിസോറി ക്ലാസ് റൂമിൽ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ വെൽ ട്രെയിൻഡ്, വെൽ സ്കിൽഡ് ആയിട്ടുള്ള, വെൽ പെർഫോം ചെയ്യുന്ന ടീച്ചേഴ്സിനെ അവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്, ഈ ഒരു മോണ്ടിസോറി മെത്തേഡിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ടീച്ചേഴ്സിനെ, വളരെ സ്കിൽഡ് ആയിട്ടുള്ള, പ്രൊഫഷണൽ ആയിട്ടുള്ള, കോമ്പിറ്റന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സാർ ഇപ്പോൾ പറഞ്ഞു ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്, പക്ഷെ ഒരുപാട് പേര് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ജോലി കിട്ടാതിരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും പ്രധാനം. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങൾ മോണ്ടിസോറി TTC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് പേര് വാക്കൻസി ചോദിച്ച് വിളിക്കാറുണ്ട്. അപ്പം ഞാൻ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ പേരിൽ അവർ മോണ്ടിസോറി TTC ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർ പഠിച്ചിട്ടുള്ളത്, അവർക്ക് ആക്ടിവിറ്റീസിനെ കുറിച്ച് അറിയില്ല, അവിടെ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിന്റെ പേര് അറിയില്ല, എങ്ങനെയാണ് മോണ്ടിസോറി ക്ലാസ് കൊടുക്കേണ്ട രീതി എന്നതിനെ കുറിച്ച് അറിയില്ല. അവർ പഠിക്കുന്നത് പ്രീ പ്രൈമറി മെത്തേഡാണ്. അപ്പോൾ മോണ്ടിസോറി എന്ന പേരിൽ പ്രീ പ്രൈമറി മെത്തേഡ് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെ ഒരു മോണ്ടിസോറി സ്കൂളിൽ വർക്ക് ചെയ്യാൻ പറ്റും? അവർക്ക് മെറ്റീരിയൽസിന്റെ പേരറിയണ്ടേ, ഹൗ ടു ടേക്ക് ദ ക്ലാസ് അതറിയണ്ടേ. ഇത് ഒട്ടുമിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകളും, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറ്റം പറയല്ല, പക്ഷെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും മോണ്ടിസോറി TTC എന്ന് പറഞ്ഞ് അഡ്മിഷൻ എടുക്കുമെങ്കിലും അവർ കൊടുക്കുന്നത് പ്രീ പ്രൈമറി മെത്തേഡാണ്. ഇനി ചില സ്ഥാപനങ്ങൾ മോണ്ടിസോറി എന്ന് പറഞ്ഞിട്ട് എടുക്കുമെങ്കിലും ഒരൊറ്റ ആഴ്ചത്തെ ഒരു ട്രെയിനിങ് ആണ് ഈ മെറ്റീരിയൽസ് വെച്ച് കൊടുക്കുന്നത്. ആക്ച്വലി മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ എന്താ, ഈ ആക്ടിവിറ്റീസ് ആ കംപ്ലീറ്റ് വരുന്നത്. കാരണം മോണ്ടിസോറി എന്ന് പറയുന്നതിനകത്ത് കുട്ടികൾ സ്വയം പഠിച്ചെടുക്കുന്ന മെത്തേഡാണ്. ഇതിനകത്ത് ഒരുപാട് അപ്പാരറ്റസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാംഗ്വേജ് ആണെങ്കിൽ അവർക്ക് മൂവബിൾ ആൽഫബറ്റ് ബോക്സ് യൂസ് ചെയ്യാനുണ്ട്, സ്മാൾ മൂവബിൾ ആൽഫബറ്റ് ബോക്സ് വരുന്നുണ്ട്, ഒബ്ജക്ട് ബോക്സുകൾ വരുന്നുണ്ട്, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് വരുന്നുണ്ട്. മാത്തമാറ്റിക്സിലാണെങ്കിൽ നമ്പർ റോഡ്സ് ഉണ്ട്, സ്പിൻഡിൽ ബോക്സ് ഉണ്ട്, ഗോൾഡൻ ബീഡ് മെറ്റീരിയൽ ഉണ്ട്, 10 ബോർഡ് ഉണ്ട്, സിഗൈൻ ബോർഡ് ഉണ്ട്. മിക്ക ആളുകൾക്കും ഇത് എന്താന്ന് പോലും അറിയില്ല. അപ്പൊ ഇങ്ങനെ കുട്ടികൾ പഠിച്ചിറങ്ങി വന്നാൽ താങ്കൾ പറയും ജോലി കിട്ടുമോ? അപ്പൊ വെൽ ക്വാളിഫൈഡ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ആക്ച്വൽ മോണ്ടിസോറി എന്താണോ ആ മോണ്ടിസോറി മെത്തേഡിൽ ആ ഒരു ആക്ടിവിറ്റികളിലൂടെ പഠിച്ചിറങ്ങി വരുന്ന ആളുകൾക്ക് മാത്രമേ മോണ്ടിസോറി സ്കൂളുകളിൽ ജോബിന് പോകാൻ പറ്റുള്ളൂ. അവിടെ ആ ഒരു ക്വാളിറ്റി ഉള്ള സ്റ്റുഡൻസിന്റെ എണ്ണം ഇന്ന് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇന്ന് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് അതിനകത്ത് വരുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഓക്കെ,
നമുക്കൊന്നും മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് അറിയില്ല. ഈ മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റും? ആക്ച്വലി ഞാൻ ആദ്യം മോണ്ടിസോറി ക്ലാസ് റൂമിനെ കുറിച്ച് പറയും. നിങ്ങൾക്ക് പരിചയമുള്ളത് KG ക്ലാസ്സസ് ആണ് അല്ലേ? നമ്മൾ LKG UKG എന്ന് പറഞ്ഞാൽ എന്താ കാണാറുള്ളത്? കുറെ കുട്ടികൾക്ക് ഒരു ടീച്ചർ വന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ ചാർട്ട് പേപ്പറുകൾ യൂസ് ചെയ്യുന്നുണ്ട്, കാർഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ചില സ്കൂളുകളാണെങ്കിൽ എന്താ പറയുക, ഒരു ബിഗ് TV സ്ക്രീൻസ് യൂസ് ചെയ്തിട്ട് കാണിച്ചിട്ട് പഠിപ്പിക്കും. ഇതാണ് പ്രീ പ്രൈമറി മെത്തേഡ്. ഇപ്പൊ പ്രീ പ്രൈമറി മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടീച്ചിങ്ങിനാണ് പ്രാധാന്യം വരുന്നത്. അവിടെ നമുക്ക് മെറ്റീരിയൽസിന് പ്രാധാന്യം വളരെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 3 മുതൽ 6 വയസ്സുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താ, സെൻസോറിയൽ എക്സ്പ്ലോറേഴ്സ് ആണ്. സെൻസ് ഓർഗൻസ് വെച്ചിട്ടാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ പ്രീ പ്രൈമറിയിൽ യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ കാണുക, കേൾക്കുക, ഇത് 2 എണ്ണം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ചോദിച്ചത് മോണ്ടിസോറി ആയതുകൊണ്ടാണ് ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു ഹാള്, ഈ ഹാളിന്റെ 4 സൈഡും ടേബിൾസ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ടേബിൾസിന്റെ മുകളിൽ ഇവർക്ക് പഠിക്കാൻ ആവശ്യമുള്ള പഠനോപകരണങ്ങൾ ഓരോ സെക്ഷനായിട്ട് ഈ അപ്പാരറ്റസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരുപാട് സ്പേസ്, ഓപ്പൺ സ്പേസ് ആയിരിക്കും. ബാക്കിലാണ് കുട്ടികൾക്കുള്ള ഇരിപ്പിടങ്ങളും ഡെസ്കുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ എവിടെയാണ് പഠിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് ആക്ടിവിറ്റീസ് ആണ്. ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് ആണ് ഇതിനകത്ത് കൊടുക്കുക. അപ്പോൾ അഡൾട്ട് അഥവാ ഡയറക്ടേഴ്സിനകത്ത് ടീച്ചർ ഇല്ല. ആക്ച്വലി ഡയറക്ടേഴ്സ് എന്നാ പറയുക. ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡയറക്റ്റ് ചെയ്യുന്ന ആളാണ് ഡയറക്ടേഴ്സ്. അപ്പൊ ഡയറക്ടേഴ്സ് ഇപ്പൊ സ്റ്റെല്ലിനെ വിളിച്ച് ഒരു കുട്ടീനെ വിളിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആദ്യം മെറ്റീരിയൽ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ആ മെറ്റീരിയൽ മാറ്റിൽ ഇരുന്നിട്ടാണ് ഇവര് ആക്ടിവിറ്റി ചെയ്ത് പഠിക്കുന്നത്. ഇങ്ങനെ ഒരു ആക്ടിവിറ്റി കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഡയറക്ടേഴ്സ് അവിടെ ചെയ്യുന്നത്. ആ ആക്ടിവിറ്റി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, നിങ്ങൾക്കറിയാലോ ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു മെറ്റീരിയൽസ് ആക്ടിവിറ്റി ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു ആക്ടിവിറ്റി കുട്ടി ചെയ്യുന്നതിലൂടെ കുട്ടി സ്വയം പഠിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഈ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ സാർ, അപ്പോൾ പ്രീ പ്രൈമറി മെത്തേഡും മോണ്ടിസോറി മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞു, പ്രീ പ്രൈമറി മെത്തേഡിന്റെ ഒരു ചെറിയൊരു രീതി ഞാൻ പറഞ്ഞു. ഒറ്റ വാക്കിൽ ഉത്തരം പറയാന്നുണ്ടെങ്കിൽ, പ്രീ പ്രൈമറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടീച്ചിങ്ങിനാണ്. സെക്കൻഡറി ഇമ്പോർട്ടൻസ് മാത്രമാണ് മെറ്റീരിയൽസിന് വരുന്നുള്ളൂ. ബട്ട് ഇൻ മോണ്ടിസോറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻസ് അപ്പാരറ്റസ്, ആ മെറ്റീരിയലിനാണ്. ടീച്ചിങ് എന്നൊരു കൺസെപ്റ്റ് അതിനകത്തില്ല. അതിനെ വേണമെങ്കിൽ സെക്കൻഡറി ആയിട്ട് എടുക്കാം. ഇതാണ് മോണ്ടിസോറിയും പ്രീ പ്രൈമറിയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, മോണ്ടിസോറി എന്ന് പറയുന്നത് സ്വയം പഠിച്ചെടുക്കേണ്ട രീതിയാണ്. അതിനകത്ത് പഠിപ്പിക്കലില്ല. ഒരു കുട്ടീനെ നിർബന്ധിച്ച് പഠിപ്പിക്കാൻ പാടില്ല. കുട്ടി സ്വയം പഠിച്ചെടുക്കുന്ന രീതിയാണ്. അപ്പൊ അവിടെ ക്ലാസ് കൊടുക്കുമ്പോഴും ഇപ്പോൾ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രീ പ്രൈമറി സ്കൂളിൽ ഒരു ടീച്ചർക്കാണ് ആ ക്ലാസ്സിൽ 35 കുട്ടികളുണ്ടെങ്കിൽ ആ 35 കുട്ടികളെയും ആ ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. ബട്ട് മോണ്ടിസോറിയിൽ ഒരു 25 അല്ലെങ്കിൽ 30 കുട്ടികളുണ്ടെങ്കിൽ അവിടെ 2 or 3 ടീച്ചേഴ്സ് ഉണ്ടാവും. ഒരാൾക്ക് 10 മുതൽ 15 കുട്ടികളെ വരെയാണ് അസൈൻ ചെയ്യുക. അപ്പൊ നമ്മൾ IQ അറിയാല, ഇന്റലിജന്റ് ക്വോഷ്യന്റ് നമുക്കറിയാം. ഓരോ കുട്ടിയുടെയും IQ ഡിഫറെന്റ് ആണ്. അപ്പോൾ മോണ്ടിസോറിയിൽ ഒരു ടീച്ചർക്ക് ഒരു 10 സ്റ്റുഡൻസിനെ അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ 10 കുട്ടികളുടെയും റേഞ്ച് ആ ടീച്ചർക്ക് അറിയാം. അതിൽ നല്ല IQ ഉള്ള കുട്ടികളും ഉണ്ടാവാം, IQ കുറവ് അല്ലെ, ഫാസ്റ്റ് ആയിട്ട് പഠിക്കുന്നവരുണ്ടാവാം, സ്ലോ ആയിട്ട് പഠിക്കുന്നവരുണ്ടാവാം. അപ്പൊ കുട്ടി പഠിച്ചെടുക്കുന്നതിനനുസരിച്ചിട്ടാണ് അവർക്ക് ഓരോ ടോപ്പിക്ക് കവർ ചെയ്ത് പോവാം. പ്രീ പ്രൈമറിയിലോ ടോപ്പിക്ക് പോകുന്നത് ഭൂരിപക്ഷത്തിനനുസരിച്ചിട്ടാണ് അല്ലെ. അവര് സിലബസ് ആ ടോപ്പിക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ IQ കുറവുള്ള കുട്ടി എപ്പോഴും ലോ ആയിട്ട് നിൽക്കും. കുട്ടി ഒന്നും പഠിച്ചില്ലെങ്കിലും അടുത്ത ക്ലാസ്സസ് എടുത്തു പോയിക്കൊണ്ടിരിക്കും. പക്ഷെ മോണ്ടിസോറിയിൽ കുട്ടി പഠിക്കുന്നതിനനുസരിച്ച്, കുട്ടിയുടെ ഡെവലപ്മെന്റിനനുസരിച്ചിട്ട് മാത്രമാണ് ഓരോ കുട്ടിക്കും അടുത്തടുത്ത ടോപ്പിക്കുകൾ എടുത്തു പോണത്. ഇത് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഡിഫറൻസ് ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് M1 M2 M3 ഒക്കെ കഴിഞ്ഞൊരു കുട്ടി വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്, 4 ഡിജിറ്റ്സ് ഉള്ള നമ്പേഴ്സിന്റെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്സ്ട്രാക്ഷൻ ആ കുട്ടി സ്വയം ചെയ്യും. എത്രയായിട്ടുള്ളൂ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഇംഗ്ലീഷ് നന്നായിട്ട്, സെന്റൻസുകളൊക്കെ നന്നായിട്ട് എഴുതും. ഇനി കൾച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഗ്ലോബലൊക്കെ ഏതെങ്കിലും ഒരു കൺട്രീനെ കാണിച്ചു കൊടുത്താൽ മതി. അവര് ഏത് കൺട്രി, അതിന്റെ ക്യാപിറ്റൽ ഏതാന്ന് പറയും.
നിങ്ങൾ ഇൻസെക്റ്റിന്റെ ഒക്കെ പിക്ചേഴ്സ് കാണിച്ചാൽ നമുക്ക് പോലും അറിയില്ല ആ ഇൻസെക്റ്റിന്റെ പേര് പറയും. ഫ്ലാഗ്സ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോലും അറിയില്ല ആ ഫ്ലാഗ് ഏത് കൺട്രിയുടെ എന്ന് പറയും. അത്രയും കുട്ടീനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാവുന്ന വളരെ ഈസി മെത്തേഡ്. ഇവിടെ കുട്ടി അത് അഡൾട്ടിന് ടീച്ചേഴ്സിന്റെ റോള് തീരല്ല. ടീച്ചേഴ്സിന് എന്തേ ഉള്ളൂ, അവരോട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ കുട്ടി സ്വയം പഠിച്ചെടുക്കുന്നതിലൂടെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് വളരെ ഹൈ ആയിട്ട് കുട്ടികളെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ മോണ്ടിസോറി മെത്തേഡ്. അപ്പൊ നമുക്ക് പ്രീ പ്രൈമറി മെത്തേഡും മോണ്ടിസോറി മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ മോണ്ടിസോറി മെത്തേഡിന്റെ ഏകദേശം ഒരു റേഞ്ച് പോലും പറയാൻ പറ്റില്ല. അത്രയും ഹയർ ലെവലിലേക്ക് അഡ്വാൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ മോണ്ടിസോറി മെത്തേഡ്. അതുപോലെ തന്നെ സാറ് മോണ്ടിസോറിയിൽ എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് വരുന്നുണ്ടോ? മോണ്ടിസോറി മെത്തേഡിൽ പ്രധാനമായിട്ടും 2 മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. അതായത് MMI മെത്തേഡും AMI മെത്തേഡും. MMI എന്ന് പറഞ്ഞാൽ മാസ്റ്ററി മോണ്ടിസോറി ഇന്റർനാഷണൽ, AMI മീൻസ് അമേരിക്കൻ മോണ്ടിസോറി ഇന്റർനാഷണൽ. ആക്ച്വലി ഇത് മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ്, ബട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവുന്നേ ഉള്ളൂ. അതിനപ്പുറമൊന്നുമില്ല. ഇപ്പം ഇതിൽ MMI മെത്തേഡിൽ മൂവ് ചെയ്താലും AMI മെത്തേഡിൽ മൂവ് ചെയ്താലും സെയിം ആസ്പെക്ട് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. സാറ് മോണ്ടിസോറി TTC കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് സാർ എന്താണ് പറയുന്നത്? മോണ്ടിസോറി TTC ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു അക്കാഡമി തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ പ്രധാനമായും ഒറിജിനൽ മെറ്റീരിയൽസ് വെച്ചാണോ അവിടെ ട്രെയിനിങ് കൊടുക്കുന്നത് എന്ന് നോക്കണം. ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടാണോ അവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്, അവിടെ കൊടുക്കുന്ന മെത്തേഡ് MMI മെത്തേഡോ AMI മെത്തേഡോ ആണോ എന്നുള്ളതും ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ, അതായത് അതുപോലെ ക്ലാസ് റൂമിൽ അവർക്ക് ഒറിജിനൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ, ട്രെയിനിങ്ങിനാണോ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കരിയർ ഹബ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒറിജിനൽ മെറ്റീരിയൽസ് വെച്ച് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയി ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ കസാഡ ബാമ്പിനിയിൽ എങ്ങനെയാണോ ക്ലാസ് കൊടുക്കുന്നത് ആ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഓരോ ദിവസവും അവർ പരിശീലിച്ച് പോകുന്നത് ഓരോ ടോപ്പിക്സും ഓരോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഓരോ അപ്പാരറ്റസ് ഉപയോഗിച്ച് എങ്ങനെയാണ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ പ്രധാനമായും ഇതിൽ പറയുന്നത് മോണ്ടിസോറി സ്റ്റുഡൻ്റ് ആവാനല്ല മോണ്ടിസോറി TTC പഠിക്കുന്നത്. മോണ്ടിസോറി സ്റ്റുഡൻറ്റിന് എങ്ങനെയാണ് ഒരു ആക്ടിവിറ്റി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നതാണ് ഇതിനകത്ത് പഠിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കരിയർ ഹബ് എഡ്യൂക്കേഷൻ ഇത് കൂടാണ്ട് നമ്മൾ പ്രീ പ്രൈമറി മെത്തേഡിലെ ട്രെയിനിങ് നമ്മൾ ഇതിനോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ട്രെയിനിങ്ങും ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നും അഡീഷണലി വേറെ ഫീസ് ഒന്നും വാങ്ങുന്നില്ല. അതിനോടൊപ്പം തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇത് സാധാരണക്കാർക്കും പേ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു എമൗണ്ടിലാണ് നമ്മൾ ഈ മോണ്ടിസോറി TTC ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സാർ. ഇപ്പോൾ ചെറിയ ഇൻഫർമേഷൻസ് ക്ലിയർ ചെയ്യുന്നതിന് വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു.